ഗൈസ് ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? അബുദാബിയിലെ കോർണിഷ് ബീച്ചിലേക്ക് കേട്ടോ. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറേ റീലും കണ്ടിട്ടുണ്ട് അബുദാബിയിലെ നൈറ്റ് ബീച്ച് അടിപൊളിയാണെന്ന്. അപ്പം നമ്മളായിട്ട് പോയി കണ്ടില്ലെന്ന് വേണ്ട ഗൈസ്, അങ്ങനെ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ ഉത്സവം പോലെ എല്ലാം മിന്നിത്തെറിക്കുന്ന ബൾബിലായി നിറഞ്ഞിരിക്കുന്ന അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. കാരണം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ അബുദാബിയിലെ നാഷണൽ ഡേ വരുവാണ്, 54ാമത്തെ നാഷണൽ ഡേ വരുവാണ്. ഡിസംബർ 1, 2 അതിൻ്റെ പബ്ലിക് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് അതിനോട് ഭാഗമായിട്ടുള്ള അലങ്കാര പണികളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് മാത്രമല്ല, സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് നമ്മുടെ നാഷണൽ UAE ഫ്ലാഗിൻ്റെ കളർ അടിസ്ഥാനത്തിലാണ് ഇവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. വളരെ അടിപൊളി. നമ്മൾ ഈ വീഡിയോ കാണുന്നേക്കാളും ഡയറക്റ്റ് കാണുമ്പം അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് കോർണിഷിലെ നൈറ്റ് ബീച്ചിലാട്ടോ. അപ്പം അതിൻ്റെ ചില കാഴ്ചയിലേക്ക് പോകാവേ. അങ്ങനെ ബീച്ചിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അഡൽറ്റിനാണെങ്കിൽ പെർ ഹെഡ് 10 AD, പിന്നെ ചിൽഡ്രൻസിന് കിഡ്സിനൊക്കെ ഫ്രീ ഇതാട്ടോ, എൻട്രൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 സെക്ഷൻസ് ഉണ്ട്. നോർമലായിട്ട് നമുക്ക് പോയി ആസ്വദിക്കാനുള്ളൊരു സംഭവം. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, അതിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 25 AD കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ സാധാരണ 10 AD എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കാണാം അബുദാബി, ഐ ലവ് യു അബുദാബി എന്നൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു സ്പോട്ടാട്ടോ. പക്ഷേ നമ്മൾ നൈറ്റ് വരുന്നതുകൊണ്ട് അത്ര വല്ല ക്ലാരിറ്റി കിട്ടുന്നില്ല. കാരണം ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു മുഖമൊക്കെ ആകപ്പാട് ഷാഡോ ഒന്ന് അത്ര ക്ലിയർ കിട്ടുന്നില്ല. എങ്കിലും നമ്മൾ അവിടെ പോയി 1-2 ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഹെസമോൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ മണൽത്തരിപ്പിലൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതും ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൾക്കുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുക. അത് ശരിക്കും വാരിക്കെട്ടി ബാഗിനകത്ത് കുറേ തുണിയൊക്കെ എടുത്താണ് വന്നത്. നമുക്കും ബീച്ചിലിറങ്ങി കളിക്കണം, കുളിക്കണം എന്നൊക്കെ പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ നമ്മുടെ പ്ലാൻ B ആക്കി മാറ്റി. നമ്മൾ രണ്ടുപേരും വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഹസേനെ കുറച്ച് വെള്ളത്തിലിട്ട് കളിപ്പിക്കാനുള്ള പ്ലാനിലായിരുന്നു. കാരണം നമ്മളുടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ചെറുതാണ്. നമ്മൾ രണ്ടും കൂടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഇപ്പം അപ്പനും അമ്മയും ആയില്ലേ, അതിൻ്റെ ഒരു പക്വതയൊക്കെ കാണിക്കണമല്ലോ. അതൊക്കെ ഒരു കാലം, തുള്ളിക്കളിച്ചൊരു കാലം, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഹെസമോളെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. അവളുടെ ഒപ്പത്തിന് നിന്ന് തുള്ളിക്കളിച്ച് അവളുടെ കൂടെ ഞങ്ങൾ അവളുടേക്ക് ആയി മാറും കേട്ടോ. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും, പാരൻസ് ആയി കഴിയുമ്പം കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയായിരിക്കുന്നല്ലോ നമ്മുടെ പാരൻസും, അതുപോലെ നമ്മളും. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എസ്പെഷ്യലി നമ്മുടെ UAE നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന്. എസ്പെഷ്യലി ഈ പബ്ലിക് ഏരിയയിലൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസൊന്നും വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അത് കാരണം നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. അത് കാരണം വലിയ രീതിയിലുള്ള എക്സ്പ്ലോർ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഗൈസ്. സാരമില്ല, എങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതേ സ്പീഡിൽ തന്നെ താഴോട്ട് പോകുന്നുണ്ടോ. മോള് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കയറ്റി വരാൻ വേണ്ടി പുള്ളി വരുന്നില്ല. പിന്നെ ലാസ്റ്റ് കുറേ ട്രൈ ചെയ്തു, പിന്നെയും പോകും പിന്നെയും വരും. അങ്ങനെ ലാസ്റ്റ് ആ കൊച്ചിൻ്റെ അപ്പ പിടിച്ചുകൊണ്ട് വന്നിട്ട് കരയ്ക്ക് കയറ്റി കേട്ടോ. കണ്ടോ കിടന്ന് കളിക്കുന്ന കളി. എനിക്ക് പോയി ഒന്നും കൂടെ കളിക്കണം എന്നുള്ള രീതിയിൽ പുള്ളി ഓടും. കണ്ടോ സ്പീഡൊക്കെ നല്ല അടിപൊളി സ്പീഡിൽ ഓടുക. പിന്നെ അങ്ങനെ ഡേർട്ടിയാന്നൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കി വേഗം പയ്യെ കെട്ടിക്കൊണ്ട് പോകുക ഗൈസ്. പിന്നെ ബീച്ച് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഇല്ലാത്തൊരു ലൈഫുണ്ടോ. അങ്ങനെ
ഇച്ചായം പോയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, കാണാൻ വേണ്ടി പറ്റിയ നല്ലൊരു സംഭവം. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ അധികം ചൂടില്ല, നമുക്ക് ഇറങ്ങി പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റും കൂടി. അതാണ് ഏറ്റവും വളരെ രസകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന് നീങ്ങുമ്പം ഇവിടെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ, നമുക്ക് ഇവിടെ വന്ന് റൈഡ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സൈക്കിൾസൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മളിവിടെ പേ ചെയ്തിട്ട് നമുക്ക് ഇത്ര അവേഴ്സിലേക്ക് എടുത്തുകൊണ്ട് പോകാം. അതിന് ശേഷം ആ അവേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും പോകാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ബൈസൈക്കിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഞാനിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ നിങ്ങളോടും കൂടെ കണ്ട കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കയറി ഇവിടെ നമ്മുടെ കോർണിഷ് പാർക്കാട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ പാർക്കും അങ്ങനെയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിഡ്സിന് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും, പിന്നെ ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അധികം കോസ്റ്റ്ലി അല്ല തന്നെ, എല്ലാവർക്കും അഫോർഡബിളായ രീതിയിൽ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കുക, നമ്മൾ ഇവിടത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE നമുക്ക് സെപ്പറേറ്റ് നടന്നു പോകാനും സൈക്ലിങ് ചെയ്യാനൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഇതുണ്ടോ, പാത ഇട്ടേക്കുന്നത് കണ്ടോ. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നിർത്തി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഡോർ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നത് ടാക്സി വന്നു ഗൈസ്. നമ്മൾ പോവുക കേട്ടോ.